നാളെ യോഗം വിളിച്ചിരിക്കുന്നു NSS എന്നുള്ളതാണ്. ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനെടുത്ത തീരുമാനം വിശദീകരിക്കാൻ NSS യോഗം വിളിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവരുടെ യോഗമാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് പെരുന്നയിൽ വെച്ച് ഈ യോഗം നടക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം. എല്ലാ താലൂക്ക് യൂണിയൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കണം എന്ന നിർബന്ധമുണ്ട്. ജനറൽ സെക്രട്ടറി പുറത്തിറക്കിയ സർക്കുലറിന്റെ പകർപ്പ് 24-ന് ലഭ്യമാകുന്നു. S ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനെടുത്ത തീരുമാനങ്ങൾ വിശദീകരിക്കാൻ എന്താണ് രൂപപ്പെട്ട തീരുമാനം എന്നറിയില്ല, അത് വിശദീകരിക്കാൻ NSS ഒരു യോഗം വിളിച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്താണ് S ശ്യാംകുമാർ? അസാധാരണമായ ഒരു നീക്കത്തിനാണ് NSS തുടക്കം കുറിച്ചിരിക്കുന്നത്. സാധാരണ NSSന്റെ പ്രതിനിധി സഭ യോഗം ചേർന്ന് തീരുമാനങ്ങളെടുത്ത് സർക്കുലറായി താഴെത്തട്ടിലേക്ക് അറിയിക്കുകയാണ് പതിവ്. ഇത് വളരെ വ്യത്യസ്തമായി NSSന്റെ എല്ലാ താലൂക്ക് യൂണിയനുകളുടെയും പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം നാളെ രാവിലെ 11 മണിക്ക് പെരുന്നയിൽ NSS ആസ്ഥാനത്ത് വെച്ച് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ജനറൽ സെക്രട്ടറി തന്നെ ഈ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു. ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് NSSന്റെ താലൂക്ക് യൂണിയൻ നേതൃത്വങ്ങളോട് ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം. സംസ്ഥാനത്ത് വ്യാപകമായി കരയോഗങ്ങളിൽ നിന്ന് NSS നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. NSS ജനറൽ സെക്രട്ടറിയെ എതിരായിട്ട് പ്രമേയങ്ങൾ പാസാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ അസാധാരണമായ ഒരു നീക്കവുമായി NSSന്റെ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്കുള്ള യോഗത്തിൽ എല്ലാ താലൂക്ക് യൂണിയൻ ഭാരവാഹികളും, അതായത് സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും നിർബന്ധമായും പങ്കെടുത്തിരിക്കണമെന്നുള്ളതാണ് NSS ജനറൽ സെക്രട്ടറി ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും വിശദീകരിക്കേണ്ട വിഷയങ്ങളും എല്ലാം നാളെ ഈ ഭാരവാഹികൾക്ക് മുന്നിൽ വിശദീകരിക്കും. ഇത് പിന്നീട് താഴെത്തട്ടിൽ കരയോഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം ചേർന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഈ സർക്കുലർ താലൂക്ക് യൂണിയനുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും NSSന്റെ ഭാഗത്ത് നിന്ന് NSSനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടുകൾ വരുമ്പോൾ അത് അവരുടെ സംഘടനാ തലത്തിൽ വിശദീകരിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് NSS എത്തിയിരിക്കുന്നു. ജനറൽ സെക്രട്ടറി തന്നെ നാളത്തെ യോഗത്തിൽ രാവിലെ 11 മണിക്ക് NSS ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാക്കിയിരിക്കുന്നു. നാളത്തെ യോഗം NSSനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഇന്ന് പോലും കരയോഗങ്ങളിൽ NSS ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് പ്രമേയങ്ങൾ പാസാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്ര അസാധാരണമായ ഒരു നീക്കം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് പ്രതിനിധി സഭ സമ്മേളനം നടന്നത്. അതിൽ പോലും ഒരു യാതൊരുവിധ സൂചനകളും നൽകാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് NSS എത്തുന്നത്. ഏതായാലും നാളെ രാവിലെ നടക്കുന്ന ഈ യോഗത്തിൽ ജനറൽ സെക്രട്ടറി എന്തൊക്കെ കാര്യങ്ങളാകും NSSന്റെ താലൂക്ക് യൂണിയൻ ഭാരവാഹികളോ വിശദീകരിക്കുക എന്നുള്ളത് നിർണായകമാണ്. രാഷ്ട്രീയമായി തന്നെ NSSും സർക്കാരും ഒരുമിച്ച് നിൽക്കുമ്പോൾ NSSൽ ഒരു ഭാഗം അതിനെതിരെ രംഗത്ത് വരുമ്പോൾ നാളത്തെ യോഗം വളരെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ശ്യാം, ഒരു ഭാഗത്ത് സർക്കാരിനോട് അടുത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട് NSS. അയ്യപ്പ സംഗമത്തിലൊക്കെ പങ്കെടുത്താണെങ്കിൽ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം എന്നുള്ള നിലയിലാണ് അത് പങ്കെടുത്തത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല, രാഷ്ട്രീയമായി സമദൂരം തന്നെയാണ് എന്നതൊക്കെ നേരത്തെ ജനറൽ സെക്രട്ടറി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആ സമദൂരത്തിനിടയിലും ഒരു ശരിദൂരം കണ്ടെത്തേണ്ട ചില സംഭവങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ആ രീതിയിൽ നിലപാട് സ്വീകരിച്ചു. ഒപ്പം മറ്റൊന്ന്, G. സുകുമാരൻ നായർക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ കരയോഗങ്ങളിൽ ഉയർന്നു വരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനൊക്കെ ഇടയിൽ എന്തെങ്കിലും പുതിയ തീരുമാനത്തിലേക്ക് NSS നേതൃത്വം എത്തുന്നുണ്ടോ? അത് സംബന്ധിച്ച സൂചനയുണ്ടോ ശ്യാം? റിജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NSSന്റെ സംഘടനാ സംവിധാന പ്രകാരം ഇത്തരത്തിലുള്ള യോഗങ്ങൾ വളരെ അപൂർവമാണ്. അതുതന്നെ NSSന്റെ ചരിത്രം പരിശോധിച്ചാൽ പോലും ഇത്തരത്തിലുള്ള ഒരു യോഗങ്ങൾ നടക്കുന്നത് പോലും അപൂർവമാണ്. ആ സാഹചര്യത്തിലാണ് നാളെ ജനറൽ സെക്രട്ടറി അടിയന്തരമായിട്ട് എല്ലാ താലൂക്ക് യൂണിയൻ നേതാക്കളുടെയും, താലൂക്ക് യൂണിയനുകളുടെ പ്രവർത്തനം പ്രസിഡന്റും സെക്രട്ടറിയുമാണ് നിയന്ത്രിക്കുന്നത്. അവിടെ നിന്നാണ് താഴെത്തട്ടിലെ ഏറ്റവും സംഘടനാ സംവിധാനമായ കരയോഗങ്ങളിലേക്ക് നിർദ്ദേശങ്ങൾ പോലും എത്താറുള്ളത്. അത്തരത്തിലുള്ള താലൂക്ക് യൂണിയനുകളുടെ യോഗമാണ്, ആ ഭാരവാഹികളുടെ യോഗം വിളിച്ചാണ് ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടുകൾ വിശദീകരിക്കാനും കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും എല്ലാ ഭാരവാഹികളും നേരിട്ടെത്തണമെന്ന നിർദ്ദേശം ജനറൽ സെക്രട്ടറി സർക്കുലറായി ഇറക്കിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഈ സർക്കുലർ എത്തുന്നത്. അതിൽ റിജിത്ത് പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന സർക്കാരുമായി അടുത്തു നിൽക്കുന്നു NSS. അയ്യപ്പ സംഗമത്തിലടക്കം പങ്കെടുത്തു. അതിലൊക്കെ വിമർശനങ്ങൾ നേരിടുകയും രാഷ്ട്രീയമായി NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് നേരെ തന്നെ വിമർശനങ്ങൾ വരികയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് NSS അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള NSSന്റെ താലൂക്ക് യൂണിയൻ പ്രതിനിധികൾ നാളെ പെരുന്നയിലെത്തും. അവിടെ അവരോട് NSS ജനറൽ സെക്രട്ടറി എന്താകും ശബരിമല വിഷയമായി പറയുന്നത് എന്നുള്ളത്
പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ NSS എന്ത് തീരുമാനമെടുക്കും? പ്രത്യേകിച്ച് മണ്ഡലകാലം അടുക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എന്താകും എടുക്കുക? ഇതുവരെ എടുത്ത കേസുകളിൽ NSS സർക്കാരിനെതിരായിട്ട് ഉൾപ്പെടെ പോയ കേസുകളിൽ എന്ത് തീരുമാനമെടുക്കും എന്നുൾപ്പെടെ നാളെ വിശദീകരിക്കുമോ? രാഷ്ട്രീയമായിട്ട് NSS ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അത്തരത്തിലുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമോ എന്നുള്ളത് പോലും ശ്രദ്ധേയമാണ്. ഏതായാലും വളരെ അടിയന്തരമായി NSS നേതൃത്വം വിളിച്ചു ചേർത്ത യോഗമാണ് നാളെ രാവിലെ നടക്കാൻ പോകുന്നത്. അതിന്റെ സർക്കുലറിന്റെ പകർപ്പാണ് നമ്മൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട യോഗം NSS ആസ്ഥാനത്ത് നാളെ രാവിലെ 11 മണിക്ക് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നേതൃത്വത്തിൽ ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ NSS നേതൃത്വത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ശരി, നാളെ പെരുന്നയിൽ വെച്ച് രാവിലെ 11 മണിക്കാണ് ഈ നിർണായകമായ യോഗം ചേരാൻ പോകുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ എടുത്ത തീരുമാനം വിശദീകരിക്കാൻ വേണ്ടി യോഗം വിളിച്ചിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരും സെക്രട്ടറിമാർ എന്നിവരുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാ താലൂക്ക് യൂണിയൻ ഭാരവാഹികളും യോഗത്തിൽ നിർബന്ധമായും പങ്കെടുക്കണം എന്നുള്ള നിർദ്ദേശം നേതൃത്വം നൽകിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി പുറത്തിറക്കിയ സർക്കുലറിന്റെ പകർപ്പ് 24-ന് ലഭ്യമായി. എസ് ശ്യാംകുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.